ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഈ ഒരു പലോസ പാൻറ്റിൻ്റെ മേക്ക് ഓവറാണ്. അപ്പോൾ ഇത് എൻ്റെ കയ്യിലുള്ളൊരു പഴയ പലോസ പാൻറ്റാണ്. അപ്പോൾ അത് വെച്ചിട്ട് ഞാനൊരു അടിപൊളി ടോപ്പാണ് ഇന്ന് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ കോലം കണ്ടാലേ അറിയാം, കുറേ നാളായിട്ട് ഉപയോഗിക്കാതെ ചുരുട്ടിക്കൂട്ടി വെച്ചിരുന്നൊരു പാൻറ്റാണ്. അപ്പോൾ ഫസ്റ്റിലായിട്ട് നമ്മൾ ഈ പാൻറ്റിൻ്റെ ഈ ഒരു മിഡിൽ പോർഷൻ കണ്ടല്ലോ, അവിടെ നിന്നിട്ടും കുറച്ച് പൊക്കത്തോട്ട് മാറി നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമ്മൾ ഈ ഭാഗത്താണ് നെക്ക് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ റൗണ്ട് ഷേപ്പ് വേണമെങ്കിലും അതല്ല കോൺ ഷേപ്പ് ആണെങ്കിലും നമ്മുടെ ഇഷ്ടം അനുസരിച്ച് ഏത് തരത്തിലുള്ള നെക്കാണോ നമുക്ക് വേണ്ടത് ആ രീതിയിൽ കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഈ താഴത്തുനിന്ന് ഇത്ര ഇറക്കത്തിൽ ഞാൻ ഇവിടെ വെച്ചിട്ട് ഒന്ന് കട്ട് ചെയ്ത് വിടുന്നു. അപ്പോൾ രണ്ട് ഭാഗത്തും ഒരേപോലെ വരാൻ വേണ്ടിയിൽ ഞാൻ രണ്ട് വശത്തുനിന്ന് കട്ട് ചെയ്ത് മാർക്ക് ചെയ്ത് വിടുന്നുണ്ട്. അതിനുശേഷം ഞാൻ കോൺ ഷേപ്പാണ് ഇടുന്നത്. അപ്പോൾ ആ സെൻറ്ററിലെ സ്റ്റിച്ച് കണ്ടോ, ആ സ്റ്റിച്ചിൻ്റെ അവിടോട്ട് ഇതേപോലെ സൈഡിൽ വെട്ടിക്കൊടുത്തു. അപ്പോൾ രണ്ടും കൂടി ജോയിൻ ചെയ്യുന്ന രീതിയിൽ ഇത്രയും പോർഷനാണ് കട്ട് ചെയ്തെടുത്തത്. അപ്പോൾ കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് കിട്ടുന്ന ഈ ഒരു വി ഷേപ്പ്. അപ്പോൾ ഞാൻ അതിനുശേഷം കുറച്ചും കൂടി ഒന്ന് കയറ്റി കട്ട് ചെയ്ത് കുറച്ച് വൈഡായിട്ടുള്ള നെക്കാണ് കട്ട് ചെയ്തെടുത്തത്. അപ്പോൾ നമ്മുടെ അനുസരിച്ച് വൈഡായിട്ട് വേണമെങ്കിൽ അങ്ങനെ, ഇനി അല്ല ഒതുങ്ങിയുള്ളതാണെങ്കിൽ ആ ഒരു രീതിയിൽ നമ്മൾ കട്ട് ചെയ്തെടുത്താൽ മതി. കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് മെഷീൻ്റെ ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് മടക്കി ഒരു കൈത്തയ്യൽ തയ്ച്ചാൽ കൂടി അടിപൊളിയായിട്ട് നമുക്ക് കഴുത്തിരിക്കും. വൃത്തിയോടൊന്നും കാണത്തില്ല. കൈത്തയ്യലായതുകൊണ്ട് തന്നെ ആ ഒരു ഫ്രണ്ട് പോർഷനിൽ തയ്യൽ പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുക അങ്ങനെ ഒന്നുമില്ല. നല്ല പെർഫെക്റ്റായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ ഈ ഒറ്റ നൂലിൽ നമ്മൾ ഇതേപോലെ തയ്ച്ചെടുക്കുക. രണ്ട് നൂലാക്കി കട്ടിക്ക് ചെയ്യണമെന്നില്ല, ഒറ്റ നൂലിൽ നമുക്ക് ഇതേപോലെ കൈകൊണ്ട് തയ്ച്ചെടുക്കുക. അപ്പോൾ തയ്ച്ച് എടുത്തു കഴിയുമ്പോൾ ഉള്ള വ്യത്യാസം നമുക്ക് നന്നായിട്ട് അറിയാം. ആ തയ്ച്ച അത്രയും ഭാഗത്തുള്ള ആ ഒരു വൃത്തിയും ഒരു കുഴപ്പമില്ല. മെഷീൻ്റെ ഒന്നും ആവശ്യമില്ല. നമുക്ക് ആർക്ക് വേണമെങ്കിലും ഇത് പെട്ടെന്ന് എഴുതി വെക്കാം. പലോസ പാൻ്റ് ആണെങ്കിൽ അങ്ങനെ. പലോസ പാൻ്റ് വരുമ്പോൾ കൈ കുറച്ചും കൂടി നല്ലതായിരിക്കും കാണാൻ. ഇനി അല്ല 3/4 വേണമെങ്കിൽ നമുക്കത് ചെയ്യാം. ഒതുങ്ങിയ പാൻറ്റാണെങ്കിൽ അങ്ങനെ. അപ്പോൾ നമുക്ക് ഇഷ്ടം അനുസരിച്ച് ഏതാണോ എടുക്കേണ്ടത് അതനുസരിച്ച് നമുക്ക് ചെയ്യാം. അപ്പോൾ ഇതേപോലെ കൈത്തയ്യൽ നമ്മൾ മൊത്തത്തിൽ നമ്മൾ കട്ട് ചെയ്ത് ആ നെക്ക് മൊത്തത്തിൽ മടക്കി തയ്ച്ചെടുക്കുക. തയ്ച്ച് കഴിഞ്ഞപ്പോഴുള്ള ആ ഒരു രീതിയാണിത്. നോക്കിയാൽ തന്നെ അറിയാം, ഒരു കുഴപ്പമില്ല, അടിപൊളിയായിട്ട് നമുക്ക് കിട്ടും. കൈത്തയ്യലാണെന്നൊന്നും അറിയാൻ വേണ്ടി പറ്റത്തില്ല. അപ്പോൾ ഇതെല്ലാം തയ്ച്ച് കഴിഞ്ഞിട്ടുള്ള ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ബലൂൺ ഫിറ്റ് പോലെ തന്നെ കിടക്കും. ആ ഇലാസ്റ്റിക് വരുന്ന ഭാഗം നമുക്ക് ബലൂൺ ടോപ്പ് പോലെ അടിപൊളിയായിട്ട് കിടക്കും. കൈയൊക്കെ ഇങ്ങനെ കിടക്കുന്നുണ്ട്. സൈഡ് ഭാഗം വേണമെങ്കിൽ നമുക്ക് നമ്മുടെ ആ ഒരു ഷേപ്പിനനുസരിച്ച് വേണമെങ്കിൽ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. എനിക്ക് കുറച്ച് ലൂസായിരുന്നു. സ്റ്റിച്ച് ചെയ്താൽ കുറച്ചും കൂടി അടിപൊളിയായിരിക്കും. അതും കൈത്തയ്യൽ തന്നെ നമുക്ക് ചെയ്യാം. അപ്പോൾ ഇതേപോലെ ചിറക് പോലൊക്കെ കിടക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ബൈ.